ആദ്യം അത് തോന്നിയെങ്കിൽ പിന്നെ തിരിച്ചു വന്നപ്പോ തന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ മണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ മണം മാറിയിട്ട് അച്ഛന്റെ ഓൾറെഡി ശരിക്കുള്ള ഒരു മണം വരുന്നത്. ഷൂട്ട് കഴിഞ്ഞപ്പോ ക്ഷീണിച്ച് വരുന്ന മണം അവനും. ഞാനും സൂചിച്ചേട്ടൻ കിച്ചൊന്നും ഞങ്ങൾ അങ്ങനെ കൂട്ടുകാരെ പോലെയായിരുന്നു. ഒരു അച്ഛൻ അമ്മ മകൻ എന്നുള്ള ബന്ധത്തിലേക്കാണ് കൂടുതൽ ഇവനറിയാം. ഫ്രണ്ട്സ് പോലായിരുന്നു ഞങ്ങള്. അങ്ങനെ ഒരാള് ഞങ്ങളിൽ നിന്ന് വിട്ടു പോകുമ്പോഴത്തേന് പെട്ടെന്ന് എന്താ പറയാ, ഞങ്ങൾക്ക് ഒരിക്കലും അത് ഇനി അങ്ങനെ ഒരു പ്രസൻസ് കാണാത്തപ്പം ലക്ഷ്മിയെ പോലെയുള്ള ഒരാള് ചെന്ന് അത് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട്, ഞാൻ അങ്ങോട്ടാണ് പറഞ്ഞത് ലക്ഷ്മിയോട് എനിക്കിങ്ങനെ ഒന്ന് ഒരു ആഗ്രഹമുണ്ട്, എന്റെ ആഗ്രഹത്തിന്റെ മാനിച്ചുകൊണ്ട് ചിന്നു അവിടെ പോയി ഇത്രയും എന്താ പറയാ ബുദ്ധിമുട്ടി. അന്ന് ആ വീഡിയോ ഒക്കെ ഇറങ്ങി ഒത്തിരി കുറ്റവും കേട്ടെന്ന് തോന്നുന്നു. അന്ന് ആദ്യം ആ പെർഫ്യൂമിന്റെ ചെയ്യാൻ പോയത്, എന്നിട്ട് പോലും എന്താ പറയാ നമുക്ക് കൊണ്ട് അത് തന്നപ്പം സത്യം പറഞ്ഞ അതാണ് ഞങ്ങൾക്ക് ഭയങ്കര താങ്ക്സ്ഫുൾ ആണ് യൂസഫക്കയുടെ ലക്ഷ്മിയോടും.